തമിഴ്നാട് തൂത്തുക്കുടിയിലെ കോവിൽപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണ് കസ്തൂരി രംഗപുരം. ഈ ഒരു ഗ്രാമത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൻ്റെ ചുറ്റും കുറച്ച് കാട് ഏരിയകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മുൾച്ചെടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു ചെടികൾ വെട്ടുന്നതിനും മറ്റൊക്കെ ആളുകൾ അങ്ങോട്ട് പോകാറുണ്ട്. അതേപോലെ തന്നെ വിറകുകളും മറ്റും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് ആളുകൾ കാട്ടിൽ കയറാറുണ്ട്. അങ്ങനെ തന്നെയായിരുന്നു അന്നത്തെ ദിവസവും അവർ കാടിനകത്തോട്ട് കയറിയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജാനുവരി 5, 2026, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. അപ്പോൾ ആളുകൾ ആസ് യൂഷ്വൽ ഇതേപോലെ തന്നെ കാടിനകത്തോട്ട് കയറി അവരുടെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് അവർ നിൽക്കുന്നിടത്ത് നിന്നും കുറച്ചങ്ങോട്ട് മാറിയിട്ട് എന്തോ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യൻ കിടക്കുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്. അപ്പോൾ ആരാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ കിടക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് അവർ ഓടിച്ചെന്ന് അങ്ങോട്ട് എത്തി നോക്കുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. ആ കിടക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ബോഡിയായിരുന്നു. അതും കണ്ടാൽ തന്നെ ഒരു 15-18 വയസ്സ് മാത്രമേ പ്രായം തോന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ ബോഡി കണ്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയായിരുന്നു. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾ നേരെ ഗ്രാമത്തിലോട്ട് ഓടുകയാണ്. എന്നിട്ട് ഗ്രാമത്തിലുള്ള ആളുകളുടെ അടുത്തും മറ്റൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. വളരെ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ഏരിയയിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഓടിയെടുക്കുകയായിരുന്നു. അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള ആരെങ്കിലും ആണോ, ഇനിയിപ്പോൾ തങ്ങളുടെ വീട്ടിലെ കുട്ടിയാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും ആണോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തും അതേപോലെ തന്നെ ആ ഒരു പേടിയുടെ പുറത്തൊക്കെ ആയിരുന്നു ആളുകൾ അത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഓടിയെത്തിയത്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസവും ആളുകൾ ആ ഒരു ഏരിയയിൽ ഇതേപോലെ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു സമയത്തൊന്നും ഇതേപോലെ ആരെയും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നലെ വൈകുന്നേരം എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ടൈമിലായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ അവിടെ കൊലപ്പെടുത്തിയിട്ടിട്ടുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് നാട്ടുകാർ തന്നെ എത്തുകയാണ്. ഉടനെ തന്നെ അവിടെ കൂടിയിരുന്നതിൽ ചില ആളുകൾ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ കഴുകമലൈ വെമ്പക്കോട്ടെ പോലീസ് സ്റ്റേഷനിലത്തെ ഉദ്യോഗസ്ഥർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അവരവിടെ എത്തി നോക്കുമ്പോൾ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ക്രൈം സീനിൽ ഇതേപോലെ തന്നെ ഒരുപാടധികം ആളുകൾ കൂടി തിങ്ങിത്തിരിയൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോറൻസിക് എവിഡൻസോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എവിഡൻസോ കാര്യങ്ങളൊക്കെ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പോലീസുകാർ ആ ഒരു ക്രൈം സീൻ ഒരു അണ്ടർ കൺട്രോളിലാക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു ഏർപ്പെട്ടത്. അതിനുശേഷം അവിടെ കൂടിയിരുന്ന ആളുകളുടെ അടുത്ത് പോലീസുകാർ ചോദിച്ചു ആ ഒരു പെൺകുട്ടിയെ അറിയോ എന്നുള്ളത്. എന്നാൽ ആ ഗ്രാമവാസികളായിട്ടുള്ള ആർക്കും തന്നെ ആ ഒരു പെൺകുട്ടിയെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ പോലീസുകാർ ആ പെൺകുട്ടിയുടെ ബിലോങ്ങിങ്സ് വല്ലതും അടുത്ത് കിടക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അതായത് വല്ല ഫോണോ പേഴ്സോ ഐഡന്റിറ്റി തെളിയിക്കുന്ന എന്തെങ്കിലും ആ ഒരു ഏരിയയിലുണ്ടോ എന്നുള്ളത് അവർ പരിശോധിക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ പോലീസിന് ആ ഒരു സമയത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആരാണ് ആ ഒരു പെൺകുട്ടി? യഥാർത്ഥത്തിൽ എന്താണ് ആ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചത്? പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കേസ് അന്വേഷിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവർ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ചെയ്തത് ആ ഒരു ബോഡി കണ്ട ആളുകളെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസവും അവരവിടെ പണിക്ക് വന്നതായിരുന്നു. എന്നാൽ വേറെ ആളുകളൊന്നും തന്നെ അവർ പണി കഴിഞ്ഞ് പോകുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോലീസുകാർ അടുത്തതായിട്ട് ആ ഒരു പെൺകുട്ടി കിടന്നതിൻ്റെ ഒരു 10-30 അടി ചുറ്റുഭാഗത്തും എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് വീണ്ടും പരിശോധിക്കുകയാണ്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിഫിക്കേഷനിലോട്ട് നയിക്കാനായിട്ട് സാധിക്കുമല്ലോ. എന്നാൽ അത്തരത്തിലുള്ള തെളിവുകളൊന്നും ആ ഒരു സമയത്ത് പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് പോലീസിനുണ്ടായ സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകം നടത്തിയത് ഒരാളാണോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലേറെ ആളുകളാണോ? പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു കൊലപാതകം നടത്തിയത് അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയിട്ട് അവിടെ കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ബോഡി ഡംപ് ചെയ്തതാണ്. ഇത്തരത്തിലുള്ള ഒരുപാടധികം സംശയങ്ങൾ പോലീസിന് ഉണ്ടാവുകയാണ്. വീണ്ടും പോലീസുകാർ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്യാണ്. വല്ല എന്തെങ്കിലും മാർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നോ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവർ സെർച്ച് ചെയ്തപ്പോൾ കുറച്ച് മാറിയിട്ട് ഒരു ടയറിൻ്റെ ട്രാക്ക് പോലീസുകാർ കാണാനിടയായി. ആ ഒരു ടയറിൻ്റെ ട്രാക്ക് നോക്കിയപ്പോൾ അതൊരു ബൈക്കിൻ്റെ ടയറിൻ്റെ ട്രാക്കാണെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. സോ ഏതോ ഒരാളാണ് ആ ഒരു പെൺകുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് വന്നതെന്നും അയാൾ തന്നെയാണ് ആ ഒരു മേർഡറിന്റെ പിന്നിലുള്ളതെന്നും പോലീസിന് ആ ഒരു സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ആരായിരിക്കും ആ ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെന്നിട്ടുണ്ടാവുക? എന്തിനായിരിക്കാം അയാൾ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുക? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ മുന്നിൽ പോലീസുകാരിങ്ങനെ നിൽക്കുന്ന സമയമായപ്പോഴത്തേനും ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അവർ അവരുടേതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫോറൻസിക് ടീമിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ആ ഒരു പെൺകുട്ടിയുടെ പ്രായം 18-നും 20-നും ഇടയിലാണെന്നുള്ളത് മനസ്സിലാവുകയാണ്. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കഴുത്തിൽ മാർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ
ആ ഒരു പെൺകുട്ടിയെ അവിടെ വെച്ചിട്ട് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പെൺകുട്ടിയെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ആ പെൺകുട്ടി ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക കൈയും കാലൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാടുകളും മറ്റുമൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ചുരിദാറിൻ്റെ കൂടെ ഷോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഷോളിന് വേണ്ടിയിട്ട് പോലീസുകാർ സെർച്ച് ചെയ്യാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഷോളും കൂടെ പോലീസുകാർ കണ്ടെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷോൾ ഉപയോഗിച്ചിട്ടാണ് ആ പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു നിഗമനത്തിലോട്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തുകയാണ്. ഇത്രത്തോളമൊക്കെ ആയപ്പോൾ പോലീസിന് ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടുകയാണ്. രണ്ട് പേര്, അതായത് ആ ഒരു പെൺകുട്ടിയും ഒരു പയ്യനും ആയിരിക്കാം ആ കാട്ടിലോട്ട് എത്തിയിട്ടുണ്ടാവുക. അവരവരുടേതായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു കാട്ടിലോട്ട് കയറിയിട്ടുണ്ടാവുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പയ്യൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താനായിട്ടായിരിക്കാം കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. അല്ല എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ആ ഒരു സമയത്തിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വലുതായിട്ട് ആ ഒരു ദേഷ്യത്തിലായിരിക്കാം ആ ഒരു പെൺകുട്ടിയുടെ ഷോൾ ഉപയോഗിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ച് അവിടെ വെച്ച് തന്നെ ആ ഒരു പയ്യൻ ആ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പോലീസുകാർ ആ ഒരു കില്ലറിന്റെ അടുത്തോട്ട് പെട്ടെന്ന് എത്താതിരിക്കുന്നതിനും അതേപോലെ ആ ഒരു പെൺകുട്ടിയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടിയിട്ടായിരിക്കാം ആള് ആ ഒരു പെൺകുട്ടിയുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും മറ്റുമൊക്കെ ശേഷം നേരെ തന്നെ ആ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് തൂത്തുക്കുടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോട്ട് ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയായിരുന്നു. എന്നാലും പെട്ടെന്നുകൊണ്ട് തന്നെ ഒരു ഓട്ടോപ്സി ചെയ്യാനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി ആ ഒരു സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിലാണല്ലോ പെട്ടെന്ന് തന്നെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെയും ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് ഓട്ടോപ്സി ചെയ്യുക. അപ്പോൾ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും. സോ പോലീസുകാർ അടുത്തതായിട്ട് ആ ഒരു ഏരിയയിലുള്ള കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിലോട്ട് ഇതിൻ്റെ അലേർട്ട് കൊടുക്കുകയായിരുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസും മറ്റും ഡീറ്റെയിൽസും ഒക്കെ ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് 18നും 20നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള വല്ല പെൺകുട്ടികൾ മിസ്സിംഗ് ആയ വല്ല കേസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു രീതിയിലും പോലീസുകാർ അന്വേഷിക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു. ആ ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ തങ്ങളുടെ 19 വയസ്സുള്ള മകളെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരൻസ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. ജാനുവരി 4-ാം തീയതിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടി പോയത്. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെയും മറ്റുമൊക്കെ കോൺടാക്ട് ചെയ്തിട്ടും ആ പെൺകുട്ടി എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവർക്ക് കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെയായിരുന്നു ആ ഒരു പാരൻസ് നേരെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മകളെ കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായത്. ഈ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഓൾറെഡി പെൺകുട്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ആ ഒരു ഫോട്ടോവും അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ബോഡിയും ഒത്തു നോക്കിയപ്പോൾ ഇത് രണ്ടും ഒരാളാണ് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ പാരൻസിനെ പോലീസുകാർ കോൺടാക്ട് ചെയ്യാണ്. അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ മകളുടേതെന്ന് സംശയിക്കുന്ന ഒരു ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതിവിടെ മോർച്ചറിയിൽ ഇരിക്കുന്നുണ്ട്, നിങ്ങളെന്തായാലും വന്നിട്ടൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് കേട്ടിട്ട് അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോവുമായിരുന്നു. തങ്ങളുടെ മകളെ ജീവനോടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഇവർ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മകളെന്ന് സംശയിക്കുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ മോർച്ചറിയിലുണ്ടെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ തങ്ങളുടെ മകളാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയിലായിരിക്കാം ആ പാരൻസ് നേരെ ആ മോർച്ചറിയിലോട്ട് എത്തിയത്. എന്നാൽ ആ ഒരു മോർച്ചറിയിൽ ആ ബോഡി കണ്ട അവർ അവിടെ നിലത്ത് വീണ് കരഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. യെസ്, അത് അവരുടെ മകളായിട്ടുള്ള ഉമ തന്നെയായിരുന്നു. പോലീസുകാരങ്ങനെ കാര്യങ്ങളൊക്കെ പാരൻസിൻ്റെ അടുത്ത് പറയാണ്, ഇങ്ങനെ ഒരു കാട്ടിൽ നിന്നാണ് നിങ്ങളുടെ മകളുടെ ബോഡി കിട്ടിയത്, ഏതോ ഒരു പയ്യൻ്റെ കൂടെ ആ ഒരു കാട്ടിൽ പോയിട്ട് ആ ഒരു പയ്യൻ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അപ്പോൾ പാരൻസ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടായിരിക്കും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ആരാണിത് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തണം. സോ അതിനു വേണ്ടിയിട്ടായി പോലീസിന്റെ അടുത്ത തിരച്ചിൽ. അങ്ങനെ പോലീസുകാർ ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുകയാണ്. രാജപാളയം വിരുദ്ധനഗറിലാണ് ആ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്നത്. പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിരുന്നു. അപ്പോൾ സ്കൂളിങ്ങും കോളേജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു പെൺകുട്ടി കോച്ചിങ് സെൻറ്ററിൽ പോയി ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ്. അതായത് പോലീസ് ആവണം എന്നുള്ളതായിരുന്നു ആ പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ എസ്ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങിനായിരുന്നു ആ പെൺകുട്ടി പോകുന്നുണ്ടായിരുന്നത്. പാരപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കോച്ചിങ് സെൻറ്ററിലായിരുന്നു ഇവർ പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവരിതേപോലെ തന്നെ വീട്ടിൽ നിന്ന് അവിടെ പോയി അതിനുശേഷം അവിടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലിലും മറ്റൊക്കെ ആയിരുന്നു താമസിക്കാറുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഇതേപോലെ തന്നെ വീട്ടിലോട്ട് വരും, ഇടയ്ക്ക് ആ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കും, അതേപോലെ തന്നെ ക്ലാസ്സിലോട്ട് പോവും, അവർ എന്താ പറയുക പഠിക്കും. അങ്ങനെയായിരുന്നു ഇവരുടെ ഒരു റൊട്ടീനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടായത്.
അവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാർ നേരെ ആ ഒരു കോച്ചിങ് സെന്ററിലോട്ട് എത്തുകയാണ്. അവിടെ എത്തി ആ ഒരു ഉമ എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു പേരാണ്, രാജേഷ്. 25 വയസ്സുള്ള ഒരു പയ്യനാണ് രാജേഷ്. അതേപോലെ തന്നെ ആ ഒരു കോച്ചിങ് സെന്ററിലെ സ്റ്റുഡൻ്റ് ആണ്. അതായത് ആ പയ്യനും SI ടെസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് ഫ്രണ്ട്സിനൊക്കെ അറിയാം. അതായത് അവരുടെ കോമൺ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം ഇവർ ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രാജേഷ് എവിടെ നിന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ 3-4 ദിവസമായിട്ട് ആൾ ഈ ഒരു കോച്ചിങ് സെന്ററിലോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു മറുപടി ആയിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. ഈ ഉമ എന്ന് പറയുന്ന പെൺകുട്ടിയെ കാണാതായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. അത്രയും ദിവസങ്ങളായിട്ട് ഈ പയ്യനെയും അവിടെ കണ്ടിട്ടില്ല. രാജേഷിനെ കുറിച്ച് പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ തെങ്കാശിയിലാണ് ആ ഒരു പയ്യൻ ജനിച്ചു വളർന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ കോച്ചിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിങ്ങേറ്റ് പഠിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലിലും മറ്റൊക്കെ ആയിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നാലും ഈ ഒരു പയ്യനായിരിക്കാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങേറ്റ് തെളിയിക്കുന്ന രീതിയിലുള്ള ഡയറക്റ്റ് തെളിവുകളൊന്നും പോലീസിന് ആ ഒരു സമയത്ത് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ പോലീസുകാർ അടുത്തതായിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ട ടൈമും കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോപ്സി റിപ്പോർട്ടിൽ. അപ്പോൾ ആ ഒരു സമയത്ത് ആ പെൺകുട്ടി കൊല്ലപ്പെട്ട ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ ഏതൊക്കെ നമ്പേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങായിട്ട് പോലീസുകാർ അനലൈസ് ചെയ്യാണ്. ആ ഒരു സമയത്ത് ഈ ഒരു രാജേഷിൻ്റെ നമ്പർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസുകാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ നമ്പറും അതേപോലെ തന്നെ രാജേഷിൻ്റെ നമ്പറും ആ സമയത്ത് അവിടെ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് പോലീസുകാർ കണ്ടെത്തുകയാണ്. പിന്നെ രാജേഷിന് നന്നായിട്ട് അറിയായിരുന്നിട്ടുണ്ടാവണം ആ ഏരിയയിലൊന്നും CCTVs ഒന്നും ഇല്ല എന്നുള്ളത്. അതായത് ആ ഒരു വില്ലേജിൻ്റെ അവിടെ നിന്ന് കുറച്ച് തിരിഞ്ഞിട്ട് ഉള്ളിലോട്ട് പോയിട്ട് ഒരു കാട് ഏരിയ ആണല്ലോ ഇത്. അപ്പോൾ പെട്ടെന്നുകൊണ്ട് തന്നെ പോലീസുകാർക്ക് CCTV വഴിയൊന്നും തങ്ങളെ പിടികൂടാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസവും ആൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം ആള് ആ ഒരു ഏരിയ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക എന്നുള്ളൊരു അസംഷനും പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് പോലീസുകാർ ഈ ഒരു രാജേഷിനെ ട്രാക്ക് ചെയ്യാണ്. അപ്പോൾ ആൾ തെങ്കാശിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നേരെ അങ്ങോട്ടെത്തുകയാണ്. അപ്പോൾ ആളുടെ പാരൻസിൻ്റെ കൂടെ ആളുടെ സ്വന്തം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസുകാർ അവിടെ നിന്ന് ഈ ഒരു രാജേഷിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നെ പോലീസുകാർ പാരൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി അവൻ കോച്ചിങ്ങിന് പോയിട്ടുള്ളത് എന്നുള്ളത് അവർ പറയാണ്. എന്താണ് പോവാത്തതെന്ന് ചോദിച്ചപ്പോൾ ഒരു സുഖമില്ല, ലീവ് എടുത്തേക്കാണ് എന്നുള്ള രീതിയിലായിരുന്നു ആ പയ്യൻ മറുപടി പറഞ്ഞിട്ടുണ്ടായത്. എന്തൊക്കെയാണെങ്കിലും പോലീസുകാർ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമെന്നുള്ളത് ആ ഒരു പയ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വീട്ടിൽ തന്നെ ലീവ് എടുത്ത് നിന്നിട്ടുണ്ടാവുക. കാര്യം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു പോലീസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണല്ലോ ആ പയ്യൻ കോച്ചിങ്ങിനും മറ്റൊക്കെ പോയിട്ടുണ്ടായത്. അപ്പോൾ പോലീസുകാർ എങ്ങനെ ചിന്തിക്കും, എങ്ങനെ തൻ്റെ അടുത്തോട്ട് എത്തും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ആ പയ്യൻ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. സോ ഈ ഒരു പോലീസുകാരെ മറ്റൊക്കെ തൻ്റെ വീടിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ തന്നെ താൻ പെട്ടു എന്നുള്ളത് രാജേഷിന് മനസ്സിലായി. അതിൻ്റെ ഒരു ഭയവും കാര്യങ്ങളൊക്കെ ആളുടെ കണ്ണിൽ നിഴലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ഇതേപോലെ തന്നെ ആളുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും ആൾ പറഞ്ഞു, ഞാൻ സറണ്ടർ ആവാൻ സാറേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനാണത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പയ്യൻ നേരെ പോലീസിൻ്റെ കൂടെ പോവുമായിരുന്നു. പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആദ്യം തന്നെ രാജേഷ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താനാണ് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്നുള്ളതായിരുന്നു. അപ്പോൾ കൊലപാതകയെ പോലീസിന് കിട്ടി. അടുത്തതായിട്ട് ഇനി അറിയേണ്ടത് എന്തിനായിരുന്നു ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതൊരു പ്ലാൻഡ് മേർഡർ ആണോ, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ദേഷ്യത്തിൽ നടന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. സോ എന്തൊക്കെയാണ് അവരുടെ ഇടയിൽ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ രാജേഷ് കഥ പറയാനായിട്ട് തുടങ്ങി. ഈ രാജേഷും ഉമ്മയും ഒരു ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ തന്നെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടുന്നത് പോലുള്ളൊരു പരിചയം തന്നെയായിരുന്നു ഇവരുടെ ഇടയിലുണ്ടായിരുന്നത്. എന്നാലും ഇവർ അടുത്തടുത്തിരുന്ന് ഇങ്ങേറ്റ് കൂടുതലായിട്ട് ഇടപഴകാനായിട്ട് തുടങ്ങി, കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ സംസാരിച്ച് ഇവർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇവരുടെ ആ ഒരു ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അപ്പുറത്തോട്ട് പോവാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയിക്കാനും തുടങ്ങി. അതിനുശേഷം അവർ അവരുടേതായിട്ടുള്ള ഒരു പ്രണയ ജീവിതം എൻജോയ് ചെയ്യാണ്. അതായത് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ടൈമിൽ അവർ ഇതേപോലെ തന്നെ ഔട്ടിങ്ങിന് പോവുക, അതേപോലെ തന്നെ സിനിമയ്ക്ക് പോവുക, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് രണ്ടുപേർക്കും ടൈം കിട്ടുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിട്ട് പ്രൈവറ്റായിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ അതായത് സാധാരണഗതിയിൽ ലവേഴ്സ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ സ്മൂത്തായിട്ട് തന്നെയായിരുന്നു അവരുടെ ആ ഒരു പ്രണയ ജീവിതവും മുന്നോട്ട് പോകുന്നുണ്ടായത്. പിന്നെ അവരുണ്ടായിരുന്ന ഒരു ഏരിയയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് കുറച്ച് കാടുകളും അതേപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനെ ഒതുങ്ങിയ ഏരിയാസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ടൈംസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടും പോകാറുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഇവരുടെ പ്രണയത്തിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ട ആളുകളായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ.
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ജാതിയിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രണയിക്കുന്ന സമയങ്ങളിൽ ജാതിയും കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ലല്ലോ. ഇവർക്ക് രണ്ടുപേർക്ക് ഇവർ വേറെ വേറെ ജാതിയാന്നുള്ളതൊക്കെ അറിയായിരുന്നു. എന്നാലും ഇവരുടെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം, പഠിച്ച് എഴുതി ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഇവർക്ക് വിവാഹം കഴിക്കാം, അങ്ങനെയുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു ഇവർ ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ചില കാര്യങ്ങൾ ഉമ ചെയ്യുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ട് ജാതിയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. അതും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങായിട്ട് കൂടുതൽ ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങി. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ. അതായത് കൂടുതലായിട്ട് ഈ ഒരു ജാതി പറയാനായിട്ട് തുടങ്ങി. ഇത് ഈ രാജേഷിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആള് അതിനെക്കുറിച്ച് ഇങ്ങായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്. അതായത് ഈ ഒരു പെൺകുട്ടി ഈ ജാതിനെ കുറിച്ചും മറ്റൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഈ പയ്യന് ഇഷ്ടമായിരുന്നില്ല. ഈ പയ്യൻ വേറെ ജാതിയായിരുന്നു, ആ പെൺകുട്ടി വേറെ ജാതിയായിരുന്നു. അങ്ങനെ അതിൻ്റെ ആ ഒരു ജാതി പറഞ്ഞിട്ട് ഈ കമിതാക്കളുടെ ഇടയിൽ ഒരു ഇഷ്യൂ വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ഒരു ജാതിയുടെ പേരും പറഞ്ഞിട്ടുള്ള അടി പതിയെ വലുതാവാണ്. ഒരു പോയിന്റൊക്കെ എത്തിയ സമയത്ത് ഈ ഒരു ഉമ എന്ന് പറയുന്ന പെൺകുട്ടി പറയാണ്, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വേറൊരു ജാതിയിൽ പെട്ടൊരു പയ്യനൊന്നും പ്രണയിക്കാനോ കല്യാണം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല. എന്തായാലും എനിക്ക് കുറച്ച് മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിപ്പോയി. പറ്റിയത് എന്തായാലും പറ്റി. എന്തായാലും എൻ്റെ വീട്ടുകാർ നോക്കുന്ന ഏതെങ്കിലും സ്വന്തം ജാതിയിൽ പെട്ടൊരു പയ്യനെ തന്നെ ഞാൻ കല്യാണം കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ രൂക്ഷമായി. ഒരു കഴിഞ്ഞ ഡിസംബർ മാസമൊക്കെ ആയപ്പോഴത്തേനും ആകടി പ്രശ്നമായി. ലാസ്റ്റ് ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതിനു ശേഷം രാജേഷ് ഉമയുടെ അടുത്ത് ചോദിച്ചു, വൺ ലാസ്റ്റ് ടൈം നീ എൻ്റെ കൂടെ വരുമോ? നമുക്ക് ഒരുമിച്ച് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം പിന്നെ നീ എൻ്റെ അടുത്തോട്ടൊന്നും വരണ്ട, ഞാൻ നിന്നെ എന്തായാലും പിന്നെ ശല്യം ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് ഉമ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെയാണ് അന്നത്തെ ദിവസം അവർ യാത്ര തിരിക്കുന്നത്. വേറെ എങ്ങോട്ടും ആയിരുന്നില്ല, കസ്തൂരി രംഗപുരത്തെ ആ ഒരു കാട്ടിലോട്ടായിരുന്നു അവർ രണ്ടുപേരും പോയത്. മേ ബി അന്നത്തെ ദിവസം ഉമ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിപ്പോഴും ജീവനോട് ഇരുന്നിട്ടുണ്ടായേനെ. എന്തൊക്കെയാണെങ്കിലും അവർ രണ്ടുപേരും ആ ഒരു കാട്ടിലോട്ട് എത്തുകയാണ്. എന്നിട്ട് അവർ മുൻപും ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. അവരങ്ങനെ കാടിൻ്റെ അകത്തോട്ട് കയറി എന്നിട്ട് അവരുടേതായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ പിന്നെയും ഈ ഒരു ജാതിയുടെ കാര്യം പറഞ്ഞും ബ്രേക്കപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞങ്ങായിട്ട് ഇവർക്കിടയിൽ പിന്നെയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് ഈ ഒരു രാജേഷ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമയുടെ തന്നെ ഷോൾ എടുത്തുങ്ങായിട്ട് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ജാതി വലുത്, ഈ ജാതി വലുത്, നിന്റെ ജാതി പറ്റില്ല, എൻ്റെ ജാതിയാണ് ശരി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ദേഷ്യത്തിൽ ആൾക്ക് ആ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാണ് അത്തരത്തിൽ ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ചുങ്ങായിട്ട് തൻ്റെ കാമുകിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആള് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലേ. അതായത് പല ജാതിയിൽപ്പെട്ട ആളുകൾ ഇതേപോലെ തന്നെ വീട്ടുകാരെ എതിർത്തിട്ട് കല്യാണം കഴിക്കുന്നതും അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ ദുരഭിമാന കൊലകൾ നടക്കുന്നതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം ഇഷ്യൂ ഉണ്ടാവുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളും ഇതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇങ്ങനെയുള്ളൊരു കേസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കേസല്ലേ. ഇത്തരത്തിലുള്ളൊരു കേസിനെ കുറിച്ച് കേട്ട് നമ്മൾ ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.